ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ചധികം ദിവസം കൂടിയിട്ട് എനിക്കൊരു ദിവസം ലീവ് കിട്ടുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച ഫുള്ള് എക്സാംസും അതുപോലെ തന്നെ വർക്കും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. അപ്പം ഇന്നത്തെ ലീവ് എന്താ പറയുക, ഭയങ്കര ഒരു കാത്തിരുന്ന ലീവ് എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. അപ്പം ഇന്നത്തെ ദിവസം അപ്പം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന്. ഇന്ന് എനിക്ക് വലിയ പ്ലാൻസ് ഒന്നുമില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എക്സാമും ഷിഫ്റ്റും ഒക്കെ ആയതുകൊണ്ട് തന്നെ റൂമൊക്കെ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അപ്പം ഒന്ന് റൂം ക്ലീൻ ചെയ്യണം. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം മീറ്റ് ചെയ്തിട്ട് കുറേ നാളായി, അപ്പോൾ അവരെയൊക്കെ ഒന്ന് പോയി കാണണം. ഇത്രയൊക്കെയാണ് എൻ്റെ പ്ലാൻസിലുള്ളത്. പിന്നെ കുക്ക് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണം. ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ബൈ. അപ്പം ഞാൻ എണീറ്റതേ ഉള്ളൂ കേട്ടോ. എണീറ്റപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. ഞാൻ മാത്രമാണ് ഇങ്ങനെ ഫേസ് വാഷ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് മമ്മിയുടെ മമ്മിയുടെ കയ്യിൽ നിന്ന് എപ്പോഴും വഴക്ക് കേൾക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫേസ് വാഷ് ചെയ്യുമ്പം എൻ്റെ കയ്യിലൂടെ വെള്ളം വന്ന് മുട്ടിലൂടെ താഴെ ഫ്ലോറിൽ വീഴാറുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും മമ്മിയുടെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കുന്നൊരു കാര്യം കേട്ടോ. ഇപ്പം ഇത് പറയുമ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ആ വഴക്കൊക്കെ. പിന്നെ ഞാൻ ഫേസ് വാഷ് സെറ്റാഫിലാണ് കാണിച്ചത്. അപ്പം ഈ സെറ്റാഫിൽ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. ഇപ്പോൾ ഒരു 4 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ തീർന്നിട്ടില്ല. ഇനി ഇവിടെ തീർന്നു കഴിയുമ്പോൾ എനിക്കിങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളൊന്നും ഞാൻ ഫേസ് വാഷ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇപ്പം ഞാൻ ഭയങ്കര സ്പീഡിലാട്ടോ മുടിയൊക്കെ ഒതുക്കുന്നത് കാണിച്ചത്. അപ്പം ഇത് കണ്ടിപ്പോൾ എൻ്റെ അമ്മ തന്നെ എന്നോട് പറയും, നീ എന്താ കാണിക്കുന്നേ എന്ന് എന്നോട് ചോദിക്കും. ഞാൻ സ്പീഡ് കൂട്ടി ഇട്ടതാണ് കേട്ടോ, അങ്ങനെയൊന്നുമല്ല. പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഇന്ന് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ഒരു 2 ബ്രെഡും ഒരു ഗ്ലാസ് ചായയും കുടിച്ചു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൂം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ അലങ്കോലമായിട്ടാട്ടോ കിടന്ന്. ഞാൻ പറഞ്ഞല്ലോ, എക്സാമും ഷിഫ്റ്റും എല്ലാം കൂടി അതുകൊണ്ട് കുറച്ച് നല്ല പണിയെടുത്തിട്ടാണ് റൂം ഒന്ന് ക്ലീൻ ചെയ്തത്. ഇതൊക്കെ എനിക്ക് സുഫർഷിംഗം കിട്ടിയതാട്ടോ. അപ്പം ഞാനങ്ങനെ റൂം ക്ലീൻ ചെയ്യാണ്. അപ്പം ഏകദേശം ഒക്കെ ക്ലീനായി. അപ്പം നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ഈ സ്റ്റുഡൻറ്റ് ഹോമിൽ തന്നെയാട്ടോ അവരുള്ളത്, പല റൂംസിലായിട്ടാണ്. അപ്പം അവരെ മീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി സെറ്റായി. പിന്നെ ഇന്ന് ഹെയർ വാഷ് ചെയ്തില്ല. പിന്നെ ഈ ഒരു ബുക്ക് നാട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ പാർസൽ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചോദിച്ചിട്ട്, അതായത് കുറേ സബ്ജക്റ്റ് ഒന്നിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിട്ട് കൊടുത്തു വിട്ട ഒരു ബുക്കാട്ടോ ഇത്. പക്ഷെ ഇത് കണ്ടപ്പോൾ, ഇതിനൊരു ഭംഗി കണ്ടപ്പോൾ എനിക്ക് ഇതിൽ നോട്ടൊന്നും എഴുതാൻ തോന്നി. അപ്പോൾ ഞാനിതിൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പേഴ്സണൽ നോട്ടാക്കി. ഞാനങ്ങനെ ഡയറി എഴുതുന്ന ഒരാളല്ല. പക്ഷേ എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് തോന്നുമല്ലോ, നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കുമ്പോൾ, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഒക്കെ അങ്ങനെ ചില സമയത്ത് ഞാൻ എഴുതാറുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ഞാനിപ്പം ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിലേം പോകുന്ന വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എന്തിനാണ് നോട്ട് ചെയ്യുന്നത്. പക്ഷേ അടുത്ത വീഡിയോ കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രയൊക്കെ ഉള്ളൂ. ഞാൻ രാവിലത്തെ ചായ മാത്രമേ ഇന്ന് ഇവിടുന്ന് കഴിച്ചുള്ളൂ. അപ്പോൾ ഞാൻ അവരെ മീറ്റ് ചെയ്യാൻ പോയപ്പം അവരുടെ കൂടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. ഇപ്പം ഞാനൊരു ചായ കൂടെ കുടിച്ചു. അപ്പം ഞാനൊരു ചായ ലവറാണെന്ന് പറയാം. അപ്പം എൻ്റെ നൈറ്റിലെ ഡിന്നർ ചായ ആയിരുന്നു. പിന്നെ ഒരു കേക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ കഴിച്ചു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ കിടക്കാൻ പോവാണ്. എൻ്റെ ഇന്നത്തെ ലീവ് തീർന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.